ഖാല ലഹും മൂസ വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ ഫയുസ്ഹിതകും ബിഅദാബിൻ വഖദ് ഖാബ മൻ ഇഫ്തറ. ഖാല ലഹും മൂസ, എന്താ ഖാല പറഞ്ഞു, ലഹും അവരോട് പറഞ്ഞു. ആര് പറഞ്ഞു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? വൈലക്കും, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ, ലാ തഫ്തറു അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ്. ലാ തഫ്തറു, എന്താ ലാ തഫ്തറു? നിങ്ങൾ കളവ് കെട്ടി പറയരുത്. ഇഫ്തിറ എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്തിലാഖുൽ കദിബ്, ഇഖ്തിലാഖുൽ കദിബ്, കളവ് കെട്ടി പറയുന്നതിനാണ് എന്ത് പറയാ? ഇഫ്തിറ എന്ന് പറയാം. ലാ തഫ്തറു, നിങ്ങൾ കളവ് കെട്ടി പറയരുത്. ആരെക്കുറിച്ച്? അലല്ലാ, അള്ളാഹിനെ കുറിച്ച്. അള്ളാഹിൻ്റെ മേൽ നിങ്ങൾ വ്യാജം കെട്ടിച്ചമക്കരുത്. പിന്നെ ഇവിടെ കദീബൻ എന്ന് പറഞ്ഞു. ലാ തഫ്തറു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലാ തഖ്തലിഖു അൽ കദീബ് എന്നാണ്. അള്ളാഹിൻ്റെ മേലുള്ള കളവാണ് ഏറ്റവും ഗൗരവപ്പെട്ട കളവ് എന്നറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഈ കദീബൻ എന്നതിന് മഫൂല് ആയിട്ട് വീണ്ടും ഇവിടെ പറഞ്ഞത്. ലാ തഫ്തറു അലല്ലാഹി കദീബൻ, അള്ളാഹിൻ്റെ പേരിൽ ആണ് കളവ് പറയുന്നത് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതറിയിക്കാനാണ് ഈ കദീബിനെ ഇവിടെ എടുത്ത് പറഞ്ഞത്. അതില്ല എങ്കിൽ ലാ തഫ്തറു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ കളവ് കെട്ടി പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. തയ്യും വൈലക്കും, എന്താ വൈലക്കും? നിങ്ങൾക്ക് നാശം എന്നാണ് നമ്മൾ പറയാം. വൈലക്കും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ലഅല്ലഹു, പിന്നെ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ലയ്യിനായ ഖൗല് പറയാനാണ്. അപ്പോൾ വൈലക്കും എന്ന് പറഞ്ഞാലോ? അതിന് നാശം എന്ന് പറഞ്ഞാൽ വൈലക്കും, വൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം, ഹലാക്ക്, അദാബ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ വിഷയമുണ്ട്. ഇപ്പം ഇത് ഖാറൂൻ്റെ വിഷയത്തിലും പറഞ്ഞ്, ഖാറൂൻ്റെ വിഷയത്തിൽ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം എന്ന് പറഞ്ഞിട്ട് ഖാറൂൻ്റെ ചരിത്രം പറയുമ്പോൾ സൂറത്ത് ഖസസിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, ഖാലല്ലദീന ഊത്തുൽ ഇൽം വൈലക്കും സവാബുല്ലാഹി ഖൈർ. ഖാലല്ലദീന ഊത്തുൽ ഇൽം, അറിവ് നൽകപ്പെട്ട പണ്ഡിതരാണ് പറഞ്ഞത്, വൈലക്കും സവാബുല്ലാഹി ഖൈർ, അള്ളാഹിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും ഉത്തമം. വൈലക്കും എന്ന് പറയുന്നുണ്ട്. ആരോട്? ഖാറൂൻ്റെ കൊട്ടാരവും അമ്പരചുംബികളായ അവൻ്റെ കൊട്ടാരവും അവൻ്റെ പിന്നെ ഉടയാടകളും അവൻ്റെ നടത്തവും കണ്ടിട്ട് അല്ലദീന യുരീദൂന അൽ ഹയാത്ത ദുനിയ, ദുനിയാമോഹികൾ പറയുന്നുണ്ട്, യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ, ഖാറൂൻ ഉള്ളതുപോലെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് പണ്ഡിതന്മാർ പറയുന്നത് വൈലക്കും സവാബുല്ലാഹി ഖൈർ. അപ്പോൾ അവിടെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടക്കാരനാണല്ലോ ഈ ഖാറൂൻ. അപ്പോൾ അവിടെ ഈ വൈലക്കും പ്രയോഗം വിഷയം ഇവിടെ ഈ വൈലക്കും എന്നുള്ളതിന് നാശം എന്നുള്ള ഒരു അർത്ഥം അല്ല, അതൊരു പിന്നെ ഇസ്തിഗ്റാബിൻ്റെ അതേപോലെ തന്നെ ഇജാബിൻ്റെ ഒരു അത്ഭുതം ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ ആശ്ചര്യത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമായിട്ട് എന്നുള്ളതാണ്. അതിന് പിന്നെ അതിൻ്റെ ഇത് ശൈലി നമുക്ക് മനസ്സിലാക്കി തന്നെ. എല്ലായിടത്തും വൈലക്കും എന്നുള്ളിടത്ത് നാശം എന്നുള്ള അർത്ഥം ശരിയല്ല.